ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും കർത്താവ് ക്ഷണിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പരാതികളെയും രോഗങ്ങളെയും നമ്മുടെ ദുഃഖത്തെയും ദുഃഖത്തിനുള്ള കാരണങ്ങളെയും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മെ അലോരസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് ഒരിക്കലും നമ്മെ പരിത്യജിക്കുകയില്ല. ഒരിക്കലും നിങ്ങളെ അവിടുന്ന് പരിത്യജിച്ച് കളയില്ല. കർത്താവായ ദൈവം, നീതിയെ സ്നേഹിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുകയില്ല. അവിടുന്ന് ഒരിക്കലും നിങ്ങളുടെ കണ്ണ് നിറയാൻ അനുവദിക്കുകയില്ല. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. നിങ്ങളുടെ രോഗങ്ങൾക്ക് അവിടുന്ന് രോഗശാന്തിയും സൗഖ്യവും നൽകും. ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കർത്താവ് എടുത്തു മാറ്റും. വിശ്വാസത്തോടെ നല്ല ഒരു ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, നാളത്തെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നല്ല ഒരു ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനലിലുള്ള എല്ലാ വീഡിയോകളും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തിനായി, നിങ്ങളുടെ സൗഖ്യത്തിനായി, നിങ്ങളുടെ ആത്മസൗഖ്യത്തിനായി നൽകിയിട്ടുള്ളതാണ്. ഓരോ വീഡിയോയും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് സൗഖ്യവും ആന്തരിക സൗഖ്യവും സമാധാനവും ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനാൽ വചന ശുശ്രൂഷയും പ്രാർത്ഥനയുടെയും വീഡിയോകൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ മറക്കാതെ കാണുക. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 37:28 കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും, എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. ഏറ്റവും കാരുണ്യവാനായ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി, നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, നിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ, നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഒരിക്കലും പരിത്യജിച്ച് കളയുകയില്ല എന്ന് ഞങ്ങൾക്കുറച്ച വിശ്വാസമുണ്ട്. കർത്താവേ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന ചില കാര്യങ്ങളെ, എന്ന ചില നിഗമനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നീ എഴുന്നേൽക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ അനുഗ്രഹം നൽകണമേ. സത്യഭാമ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. രമണി എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന അമ്മായിയമ്മയോർത്ത് ദുഃഖിക്കുന്ന ഈ മകളുടെ മേൽ നീ കരുണയുണ്ടാകണമേ. കർത്താവേ, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പരിശുദ്ധാത്മാവിനാൽ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ആ കുടുംബത്തിൽ നിന്ന് വഴക്കിൻ്റെ, കലഹത്തിൻ്റെ ദുഷ്ടാത്മാക്കളെ അവിടുന്ന് എന്നേക്കുമായി ആട്ടിപ്പായിച്ചു കളഞ്ഞ് ആ കുടുംബത്തിന് യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് ആ കുടുംബത്തിന്മേൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയെ, ഇന്ന് രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഗവൺമെൻറ് ജോലിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്മിത എന്ന മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ ആവശ്യങ്ങൾ നീ കാണണമേ, അനുഗ്രഹിക്കണമേ. ജെയ്നി
എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തായിരിക്കുന്ന കുടുംബാംഗങ്ങൾ നാട്ടിൽ വരുന്നതിനെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവമേ, ഇന്ന് ഈ കുടുംബത്തിന് അവരുടെ ബന്ധങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ക്ലിനിക്കിൻ്റെ അഭിവൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എൽസമ എന്ന മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്ലിനിക്കിൻ്റെ നാഥനും യജമാനനുമായി അങ്ങയെ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങ് ഈ ക്ലിനിക്കിന് അഭിവൃദ്ധിയുണ്ടാക്കി അനുഗ്രഹിക്കണമേ. സ്നേഹലത എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ഭർത്താവിൻ്റെ അടിവയറ്റിനുള്ളിലുള്ള മുഴ മാറ്റാൻ കർത്താവെ, നിന്റെ അത്ഭുത കരങ്ങൾക്ക് സാധിക്കും. ഈ മകനെ നീ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തമാക്കി സ്കാനിംഗ് റിപ്പോർട്ടിൽ എല്ലാം നോർമൽ ആണ് എന്ന് അറിയാൻ തക്കവണ്ണം ഈ മകൻ്റെ ഈ മുഴ മാറ്റി എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ജീവിതം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോസഫ് എന്ന ഒരു മകൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലീന അലക്സ് എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീന അലക്സിൻ്റെ സഹോദരങ്ങൾക്ക് സമാധാനമുണ്ടാകാനും മകൻ്റെ ചീത്ത സ്വഭാവം മാറ്റി ദൈവത്തെ അറിയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ അമ്മയുടെ എല്ലാ രോഗങ്ങളും മാറുന്നതിനും ഈ മകൾക്ക് സ്വന്തമായി ഒരു ജോലിയും ഒരു വീടും നൽകി കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടാൻ ലീന അലക്സ് എന്ന ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നളിനി നാരായണനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ തമ്മിലുള്ള എല്ലാ വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മാറി സമാധാനത്തിൻ്റെ ദൈവം ഇവരുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഭരണം നടത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചിന്നമ്മ ജേക്കബ് എന്ന മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹന്ന, മന്ന എന്നിവരുടെ വിവാഹം നടക്കാനും നീത്ത മോൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവേ, നീ ഇടപെട്ട് ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ ദൈവിക ചൈതന്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുലോചന എന്ന മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ മാറ്റി കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഈ മകളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. ലിസി ജോയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ എല്ലാ രോഗങ്ങളും മാറി അസ്വസ്ഥതകൾ മാറി ഈ മകൾക്ക് കണ്ണിന് പൂർണ്ണമായ കാഴ്ച ലഭിക്കുന്നതിനും ആരോഗ്യം ലഭിക്കുന്നതിനും കണ്ണുവേദന മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തെ രക്ഷിക്കാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് നീ ഒരു വലിയ അത്ഭുതം നീ കാണിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വത്സമ്മ ജോർജിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറുന്നതിനും അമ്മകളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിന് അമ്മകളുടെ കേരളത്തിലുള്ള വസ്തുക്കൾ വിൽക്കുന്നതിന് നല്ല വിലയ്ക്ക് വിൽക്കുന്നതിന് തടസ്സം കൂടാതെ ആ ദൈവാനുഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് PR കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രയൻ, ഷോൺ എന്നീ മക്കൾക്ക് എല്ലാ രോഗങ്ങളും മാറ്റി ആരോഗ്യത്തോടെ ജീവിക്കാൻ കർത്താവെ, നിന്റെ കൃപ അവരെ ഓരോരുത്തരിലേക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നീതിയെ സ്നേഹിക്കുന്ന ദൈവമേ, അവിടുന്ന് അങ്ങയുടെ മക്കളെ, അങ്ങയോട് രാവും പകലും നിലവിളിക്കുന്നവരെ ഒരിക്കലും പരിത്യജിച്ചു കളയില്ല. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്നവർ അങ്ങയാൽ പരിപാലിക്കപ്പെടും എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഈ രാത്രിയിൽ നിന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ നീ മാനിക്കുകയും നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ എല്ലാവരും ആയിരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിച്ച് ആരോഗ്യത്തോടെയുള്ള ഒരു ഉറക്കം നൽകി
അതിരാവിലെ ദൈവമേ നിന്റെ കാരുണ്യം കാണാൻ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി, സമാധാനവും ഹൃദയത്തിൽ സന്തോഷവും നൽകി, ഭയം കൂടാതെ നിരാശ കൂടാതെ സുഖമായി ഉറങ്ങാൻ കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, ഇത് മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.